പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സൈന്യ മേധാവികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അവർക്ക് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന വിധത്തിൽ ഉള്ളതായിരുന്നു. സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ പ്രകോപനങ്ങൾ അതിർത്തി മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും അത് സംഭവിച്ചു. ഇന്ന് 11ാമത്തെ ദിവസമാണ്. ഭീകരാക്രമണത്തിൽ തിരിച്ചടി ശക്തമായി ഉണ്ടാകും എന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിക്കുന്നു. ജപ്പാൻ പ്രതിരോധ മന്ത്രിയുമായി രാജ്നാഥ് സിംഗിന്റെ കൂടിക്കാഴ്ച ഇന്നാണ്. തുർക്കിയുടെ നാവികസേനാ കപ്പൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖത്ത് വന്നതിലുള്ള വിമർശനങ്ങൾ, തുർക്കിയുടെ പിന്തുണ പാകിസ്ഥാന് ലഭിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളിലേക്ക് എത്തുകയായിരുന്നു. ഈ സംഭവം, തുർക്കിയുടെ നാവികസേനാ കപ്പൽ കറാച്ചി തുറമുഖത്തെത്തിയത് സൗഹൃദ സന്ദർശനത്തിനാണ് എന്നാണ് പാകിസ്ഥാൻ വിശദീകരിക്കുന്നത്. ആക്രമണത്തിന് ശേഷം അതിർത്തിയിൽ പ്രകോപനം തുടരുന്ന പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ വാർത്തയിൽ ഇന്ന് ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകാനുണ്ട്. സ്വാതിയിലേക്ക് പോവുകയാണ്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അന്ന. സ്വാതി, രാജ്യശ്രദ്ധ നിലനിൽക്കുന്ന വാർത്തയിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചർച്ചയായ വാർത്ത, രാജ്യസുരക്ഷ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ട് എന്ന കേന്ദ്രം തന്നെ അംഗീകരിച്ച കശ്മീരിൻ്റെ പശ്ചാത്തലത്തിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. കശ്മീരിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ രാജ്യം തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുകൾ പലതവണയായി നൽകി കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും മോദി കഴിഞ്ഞ ദിവസം വിളിച്ച യോഗത്തിൽ സേനാ മേധാവികൾക്ക് കൊടുത്ത നിർദ്ദേശം, ഇന്നലെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, അവധി ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന നിർദ്ദേശം, ഇതൊക്കെ രാജ്യം ഉടൻ തിരിച്ചടിക്കാനുള്ള സാധ്യതകളിലേക്കാണല്ലോ വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായും പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഈ സൈനിക നടപടികൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് നിരവധിയായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. ഇന്നലെ പ്രധാനമന്ത്രിയും നാവികസേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മറ്റ് നിരവധി സംയുക്ത സേനാ മേധാവികളുമായുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഇതിനോടകം തന്നെ കഴിഞ്ഞതുമാണ്. അത്തരത്തിൽ നടപടിക്രമങ്ങൾ വിലയിരുത്തുക, കൂടുതൽ ശക്തമായ തലത്തിലേക്ക് ഈ സൈനിക മേധാവികളുമായി ചർച്ച ചെയ്ത് ഏതൊക്കെ തരത്തിലാണ് തയ്യാറെടുപ്പുകൾ ഇനിയും മുന്നോട്ട് പോകേണ്ടത് അതൊക്കെയും വിലയിരുത്തുകയും വിശദീകരിക്കുകയുമാണ് ഈ കൂടിക്കാഴ്ചകൾ ഉടനീളം തന്നെ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മറ്റ് രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് മറ്റ് അന്താരാഷ്ട്ര തലത്തിലടക്കം പാകിസ്ഥാനെതിരെ സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള സൈനിക പിന്തുണ, ഇതോടൊപ്പം വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട സൈനിക പിന്തുണ, ഇന്നലെ തന്നെ റഷ്യയുടെ 260-ലധികം മിസൈലുകൾ, മറ്റ് ആയുധങ്ങളൊക്കെ തന്നെയും ഇന്ത്യയിൽ എത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ പിന്തുണയാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. അതേസമയം തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനും അത്തരത്തിലുള്ള നടപടികൾ ശക്തമാക്കുകയാണ്. അതിനിടയിലാണ് ഈ തുർക്കി പാകിസ്ഥാന് പിന്തുണ അറിയിച്ചു എന്നുള്ള വാർത്തകളൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നു. എന്നാൽ അത് പിന്നീട് തുർക്കി നിഷേധിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖത്ത് വന്നിട്ടുള്ള തുർക്കിയുടെ കപ്പൽ, അതൊരു സ്വാഭാവികമായിട്ടുള്ള സൗഹൃദ സന്ദർശനമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ തുർക്കിയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള തിരിച്ചടികൾ ഭയക്കുന്നുണ്ട് പാകിസ്ഥാൻ. അതിനോടൊപ്പം തന്നെയും സൈനിക നടപടികൾ ശക്തമാക്കുകയും ആ പ്രദേശങ്ങളിൽ ഈ പാകിസ്ഥാന്റെ അതിർത്തി മേഖലകളിൽ നിന്ന് നിരന്തരമായ സൈനിക പ്രകോപനമടക്കം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ തുടർച്ചയായ 11ാം ദിവസമാണ് ഇന്ത്യൻ സേനയ്ക്കെതിരെ പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സൈനിക നടപടികൾ ശക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഭീകരവാദികളെ പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ വിമർശനമായി കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്ന സാഹചര്യമുണ്ട്. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് ഭീകരരെ പിടിക്കാൻ കഴിയാത്തത് എന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത്. ഇന്നലെ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ പാക് അധീന കശ്മീർ കടന്നിട്ടുണ്ട് ഈ ഭീകരവാദികൾ എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ അതൊരിക്കലും സേന ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. മറിച്ച് ഇന്റലിജൻസ് വിവരം നടത്തിയിട്ടുണ്ട്. സുരക്ഷയിൽ കാര്യമായ
പ്രവർത്തനം നടത്താൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത്, കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് വിമർശനങ്ങൾക്ക് അതീതമായ കാര്യമല്ല. കാരണം കശ്മീരിൻ്റെ അവസ്ഥ അറിയാവുന്നതാണ്. കശ്മീർ രൂപീകരണ കാലഘട്ടം മുതൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അറിയാവുന്നതാണ്. അതിനുശേഷം കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു, സ്വയംഭരണാവകാശം എടുത്ത് കളഞ്ഞതിന് ശേഷം എന്ന കേന്ദ്രത്തിൻ്റെ അവകാശവാദങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയായിരുന്നു. അവർ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിൽ കേന്ദ്രത്തിന് കുറ്റസമ്മതം നടത്തേണ്ടി വന്നിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ ഒരുപാട് എത്തുന്ന സ്ഥലത്ത് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നു എന്നത് വിമർശനങ്ങൾക്ക് പാത്രമാകേണ്ട സംഗതി തന്നെയാണ്. അതിനുശേഷം ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ അന്വേഷണ വഴികളിൽ പുരോഗതി ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതും അതിൽ വിമർശിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന വിലയിരുത്തലുകളാണല്ലോ. തീർച്ചയായും അന്ന, ഈ പ്രത്യേകിച്ചും 40 അംഗ സംഘത്തെയൊക്കെയും കൂടുതൽ അധികമായി തന്നെ NIA അന്വേഷണ സംഘത്തോടൊപ്പം ചേർത്തുകൊണ്ട് 40 അംഗങ്ങളെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്ന അന്വേഷണ സംഘവും അതോടൊപ്പം കേന്ദ്രവും ഒക്കെ അവകാശപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കേന്ദ്രം നേരത്തെ തന്നെ തുറന്നു സമ്മതിക്കുകയും മാത്രമല്ല അന്വേഷണ സംഘം തന്നെ അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഈ പെഹൽഗാം ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ, പെഹൽഗാം അതോടൊപ്പം അതിനോട് ചുറ്റുവട്ടമായി കിടക്കുന്ന ഈ വിനോദസഞ്ചാര മേഖലകളിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ ഈ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികൾ എത്തിയിരുന്നു എന്നുള്ള നിഗമനവും സൂചനകളും ഒക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് നിരവധിയായിട്ടുള്ള സ്പോട്ടുകൾ ഇവർ ലക്ഷ്യം വെച്ചിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തുടർച്ചയായി ഈ പ്രദേശങ്ങളിൽ അവർ സന്ദർശനം നടത്തുകയും നിരീക്ഷണം നടത്തുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പെഹൽഗാമിൽ പെട്ടെന്നൊരു ദിവസം ആക്രമണം അഴിച്ചുവിടുന്നത്. അപ്പോൾ അതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കം ഈ ഭീകരവാദികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് കൃത്യമായൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി. ഒരു ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കണം നേരത്തെ തന്നെ കേന്ദ്രം ഇത് സംബന്ധിച്ച് ഈ സർവകക്ഷി യോഗത്തിലടക്കം ഇത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഇപ്പോൾ അടിയന്തരമായി നേരിടേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് ഈ തിരിച്ചടിക്കുക അല്ലെങ്കിൽ ഈ ഭീകരവാദികളെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭീകരവാദികളെ പിടിക്കുവാനുള്ളൊരു ശ്രമം കഠിനമായി തന്നെ ഈ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വനാതിർത്തികളിലൊക്കെയും കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഇപ്പോൾ അവർ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പരിശോധനകളും ശക്തമാക്കിയതായി തന്നെയാണ് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ ഈ പാക് പ്രകോപനം നിരന്തരമായി ഉണ്ടാകുന്നുണ്ട്. ഈ ഭീകരവാദികൾ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിലൊരു സംശയം നിലവിൽ അന്വേഷണ സംഘത്തിനും സേനയ്ക്കുമൊക്കെ തുടരുന്ന സാഹചര്യമാണ്. രഹസ്യ അന്വേഷണ ഏജൻസി പറയുന്ന സൂചനയനുസരിച്ച് അവർ ഇപ്പോൾ കശ്മീരിൽ തന്നെ ഉണ്ട്. ഈ പെഹൽഗാമിൻ്റെ ചുറ്റുവട്ടമുള്ള വലിയ വനാതിർത്തി പ്രദേശമാണ്, ഇടതൂർന്ന് കിടക്കുന്ന ഒരു വലിയ വനാതിർത്തിയാണ്, അതിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള സൂചനകളാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. അതേസമയം ഈ പാക് അധീന കശ്മീരിലേക്ക് കടന്നിട്ടുണ്ട്, അതായത് വന്ന മാർഗം തന്നെ അവർ തിരിച്ചു പോയിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും അന്വേഷണം അത്തരത്തിൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള സൈനിക അഭ്യാസങ്ങൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ കനത്തൊരു തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഈ ചെനാവ് നദിയിലടക്കം ഒഴുക്ക് നിർത്തിവെക്കുന്ന സാഹചര്യം പാകിസ്ഥാനെ വലിയ തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ട്. നേരത്തെ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതികരണങ്ങൾ വരുമ്പോൾ പ്രകോപനപരമായി പാകിസ്ഥാൻ ഇടപെടുന്നതിൻ്റെ സാഹചര്യം തന്നെ അങ്ങനെയാണ്. ഈ ചെനാബ് ചലം നദിയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ പാക് അധീന കശ്മീരിലെ മിക്ക സ്ഥലങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ള ഈ കിഷൻ ഗംഗ അടക്കമുള്ള അണക്കെട്ടിലെ ജലനിരപ്പിൽ ഇനിയും അല്ലെങ്കിൽ ജലം ഒഴുക്കി ഷട്ടറുകൾ ഇനിയും അടച്ചിടും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ കടുത്ത നയതന്ത്ര നീക്കങ്ങളിലേക്ക് തന്നെയാണ് ഇന്ത്യ പോകുന്നത്. അന്ന, ശരി, ശക്തമായ തിരിച്ചടി നൽകും എന്നതാണ് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി അറിയിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്, ഭീകരരെ കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന വിമർശനങ്ങൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വയംഭരണാവകാശം എടുത്തു കഴിഞ്ഞതിന് ശേഷം കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന അവകാശവാദങ്ങൾക്കപ്പുറത്ത് സുരക്ഷാ വീഴ്ച കൃത്യമായി ഉണ്ടായി എന്ന കുറ്റസമ്മതം കേന്ദ്ര സർക്കാർ തന്നെ നടത്തിയ പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ്
തന്നെയാണ് രാജ്യസുരക്ഷയെക്കുറിച്ച് സംസാരിക്കേണ്ടത്. പഹൽഗാമിൽ ഇപ്പോഴും സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതിർത്തികളിൽ ഇപ്പോഴും പാക് പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധിക്കാൻ ഗതിയില്ലാത്ത, പ്രതിരോധ മാർഗങ്ങളില്ലാത്ത നിരായുധരായ മനുഷ്യർ ഭീതിയോടുകൂടി ഇപ്പോഴും കഴിയേണ്ടി വരുന്നതു എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. സ്വാതി സന്തോഷാണ് വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്.